നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനം. മഴക്കാലമാണ് വരുന്നത്. ഡെങ്കിപ്പനി പോലുള്ള മാരക രോഗങ്ങളെ കരുതിയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഡെങ്കിപ്പനി എങ്ങനെ പ്രതിരോധിക്കാമെന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ എൽ ഷീജയാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, ഈ പറഞ്ഞ പോലെ മഴയാണ്, വേനൽ മഴയാണ്, അത് കഴിയുമ്പോഴത്തേക്കിനും മറ്റു മൺസൂൺ ആരംഭിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഡെങ്കിപ്പനിയെ നമ്മൾ എത്രത്തോളമാണ് കരുതിയിരിക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് നമ്മൾ ഡെങ്കിപ്പനിയെ വളരെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതുണ്ട്. കാര്യം വെച്ചാൽ ഈ വേനൽക്കാലത്ത് പോലും നമ്മുടെ ഈ വർഷം ഡെങ്കിപ്പനിയുടെ തോത് മറ്റ് വർഷങ്ങളെയൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മഴക്കാലത്ത് ഈ കൊതുകുകളുടെ മുട്ടകളെല്ലാം വിരിയുകയും സ്വല്പം വെള്ളം വീഴുമ്പോൾ പോലും ആ വെള്ളത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്ററിലെ വെള്ളം ഉണ്ടെങ്കിൽ പോലും ആ വെള്ളത്തിൽ ആ മുട്ടകളൊന്ന് വിരിയുകയും അങ്ങനെ കൂടുതൽ കൊതുകുജന്യ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 2004 2016 നമ്മൾ നേരത്തെ വലിയ ഔട്ട് ബ്രേക്കുകൾ കണ്ടുള്ളത്. ഈ പ്രാവശ്യം അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവൺമെൻറ് മൊത്തത്തിലുള്ളൊരു കണക്കുകൂട്ടൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. നമ്മളത് പ്രതിരോധിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. സമയമാണിത്. ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞ പോലെ തന്നെ ഡെങ്കിപ്പനി നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭീതിയായിട്ട് വരാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പകർച്ചപ്പനിയുടെ ഒരു എണ്ണം വരുമ്പോൾ ഡെങ്കിപ്പനി വന്നിട്ടുള്ള മരണം വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒരു തീവ്ര സ്വഭാവം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ഡെങ്കിപ്പനി തീർച്ചയായിട്ടും ഒരു കൊതുകുജന്യ രോഗമാണ്. ഈ കൊതുകുജന്യ രോഗങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് പടരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ആർബോ വൈറസ്, ഫ്ലേവിയ വൈറസ് വിഭാഗത്തിലെ വൈറസുകളാണ് രോഗം ഉണ്ടാക്കുന്നത്. രോഗം പരത്തുന്നത് പെൺകൊതുകുകളാണ്. ഈഡീസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഇതിനെ പകർത്തുന്നത്. അങ്ങനെയാണ് മനുഷ്യനിലേക്ക് ഇത് പകരുന്നത്. ആ പകർന്ന ആൾക്കാരിൽ ഡെങ്കിപ്പനി 3 തരത്തിലുള്ള ഡെങ്കിപ്പനി ഉണ്ടാവുക. തീവ്ര സ്വഭാവമുള്ള ഡെങ്കിപ്പനിയും അല്ലെങ്കിൽ സാധാരണ ലക്ഷണങ്ങളോട് ഡെങ്കിപ്പനിയും, ഒരു 75% പേരിലും എസിംറ്റമാറ്റിക് ഡെങ്കിപ്പനിയും ഉണ്ടാവുക. അപ്പോൾ എസിംറ്റമാറ്റിക് കഴിഞ്ഞാൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ഡെങ്കിപ്പനിക്കുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പേര് പറയുന്നത് ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ്. കഠിനമായ ശരീരവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, മാംസപേശികളിൽ വേദന ഉണ്ടാവും, ജോയിൻറ്റുകൾ വേദന ഉണ്ടാവും, തലവേദന ഉണ്ടാവും, സോർ ത്രോട്ട് ഉണ്ടാകും, കണ്ണിൽ ചുവപ്പ് നിറം ഉണ്ടാവും, ദേഹത്ത് മുഴുവൻ റാഷ് ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, അബ്ഡമിനൽ പെയിൻ വയറുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഛർദ്ദിലുണ്ടാവും, ഓർഗാനം ഉണ്ടാവും. ഇതൊക്കെയാണ് സാധാരണ ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ. ഇതിന് നമ്മൾ മറ്റൊരു പേര് പറയുന്നത് 7th ഡേ ഫീവർ എന്നാണ്. കാരണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ഡെങ്കിപ്പനി ചിലപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ മാറുന്ന ഇതുണ്ട്. പക്ഷേ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഡെങ്കിപ്പനികളാണെങ്കിൽ മറ്റ് എല്ലാ ഓർഗനുകളെയും ബാധിക്കുകയും അങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുന്നത്. അതിന് 2 തരമുണ്ട്. ഡെങ്കു ഹെമറേജിക് ഫീവർ ഉണ്ട്, ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഉണ്ട്. ഈ അവസ്ഥകളിൽ ഈ രോഗം ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സീഷേഴ്സ്, ഫെബ്രൈൽ സീഷേഴ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലിവർ, കരൾ, വൃക്ക, ലങ്സ്, ഇങ്ങനെ പാങ്ക്രിയാസ്, ഇങ്ങനെ പല ഓർഗനുകളെയും ബാധിക്കുന്ന തരത്തിലേക്കും കോംപ്ലിക്കേറ്റഡ് ഡെങ്കി പോകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സിംറ്റംസും അന്നേരം ഉണ്ടായിന്ന് വരും. പക്ഷേ സാധാരണ വരുന്ന ഫീവറിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഡെങ്കിപ്പനിയുടെ ഫീവറിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ബൈഫേസിക് പാറ്റേൺ കാണിക്കും. ഒരു ദിവസം കൂടി നിൽക്കും, അടുത്ത ദിവസം താഴും, 3ാമത്തെ ദിവസം പിന്നെയും കൂടും, പിന്നെയും താഴും. അപ്പോൾ ഈ താഴുമ്പം അങ്ങനെയുള്ളത് മിക്കവാറും ഒരു 15% കാണുന്നത്. അത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഡെങ്കിയാണ് സാധാരണ അങ്ങനെ ഈ ഒരു പാറ്റേൺ കാണിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ പലരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പനി കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക്, നമ്മുടെ ഇപ്പോഴത്തെ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ ജോലിക്കാൻ തുടങ്ങും. അങ്ങനല്ല, പനി വന്നാൽ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കണം. ആ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സിംറ്റംസ് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള എങ്ങനെ പോകുന്നു എന്നൊക്കെ ഒരു ഡയഗ്നോസിലോട്ട് മാറാൻ കഴിയും. 3നും 7നും ഇടയ്ക്കാണ് ഈ ഡെങ്കിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ആദ്യമൊക്കെ ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്ന പേഷ്യൻറ്റിന് 37 38 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് ഇടയ്ക്കുള്ള ടെമ്പറേച്ചറെ 3നും 7നും ഇടയ്ക്കുള്ള ദിവസങ്ങൾ കാണും. ഈ സമയങ്ങളിലാണ് ഈ കോംപ്ലിക്കേറ്റഡ് ഡെങ്കി ആകുന്ന കേസുകൾക്ക് കോംപ്ലിക്കേഷൻസുകളിലേക്ക് പോകുന്നത്. ഓക്കെ ഡോക്ടർ, ഇത്തരത്തിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിയുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഇന്ന് സജ്ജമായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഡെങ്കി ആദ്യം തന്നെ നമുക്ക്
ഫസ്റ്റ് 3 ഡേയ്സിൽ ഒരു തരത്തിൽ നമ്മൾ സാധാരണ ഒരു പനി പോലെ ആയിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യത്തെ 3 ദിവസം പനി വന്നാൽ നമ്മൾ റെസ്റ്റ് എടുക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും കുറച്ച് റെസ്റ്റ് എടുക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അതിന് നമ്മളൊരു ഒരു വളരെ ലാഘവത്തോടൊരു കരുതരുത്. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്, നമ്മളടക്കം പോലും ചെയ്യാറുണ്ട്. എങ്കിലും അങ്ങ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ ദിവസമായിരിക്കും NS1 ആൻറ്റിജനൊക്കെ പോസിറ്റീവ് ആവുക. അപ്പോൾ അങ്ങനെ ഈ NS1 ആൻറ്റിജൻ പോകാൻ ഒരു 5 ദിവസം കഴിയുമ്പോഴാണ് ഡെങ്കു എലൈസ IgM എലൈസ പോസിറ്റീവ് ആവുക. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകൾ പോസിറ്റീവ് ആകുമ്പോഴും ഈ പേഷ്യൻ്റ് കോംപ്ലിക്കേഷനിലൂടെ പോകുന്നോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാത്ത സാധാരണ ഡെങ്കിയാണെങ്കിൽ നമുക്ക് ഔട്ട് പേഷ്യൻ്റായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ അവരെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് മോർണിംഗ് സൈൻസും പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടാം. മോർണിംഗ് സൈൻസ് പറഞ്ഞു കൊടുത്ത് നമുക്ക് വീട്ടിൽ വിടാം. അല്ലാതെ ഉള്ളവർ മാത്രമാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അഡ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ 1 വയസ്സ് താഴെയുള്ള കുട്ടിയുണ്ട്, പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്, ഡയബറ്റീസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും എൽഡർലി ആയിട്ടുള്ളവരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അല്ലാത്തവരെ നമുക്ക് വീട്ടിൽ വിടാൻ പറ്റും. വീട്ടിൽ വിടുന്നവർക്ക് നമ്മൾ കൃത്യമായിട്ടും ഈ ഡേഞ്ചർ സൈൻസ് പറഞ്ഞു കൊടുക്കണം. ഈ ഡേഞ്ചർ സൈൻസാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ ശക്തിയായ വയറുവേദന, ഇൻട്രാക്റ്റബിൾ വോമിറ്റിംഗ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുക, വല്ലാത്ത ശരീരക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ തന്നെ മൂക്കിൽ നിന്നും മോണയിൽ നിന്നൊക്കെ രക്തം പൊടിക്കുക, അതുപോലെ തന്നെ വയറിൻ്റെ പുറത്ത് നീര് വരുന്ന പോലെ തോന്നുക, പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടുക, പ്യൂർ ലൈഫ് ഫ്യൂഷൻ വന്നിട്ട് ശ്വാസം മുട്ട് അനുഭവം. ഇതിനോടൊപ്പം തന്നെ ഹിമറ്റോക്രിറ്റ് വാല്യൂ, ബ്ലഡിൽ ഹിമറ്റോക്രിറ്റ് വാല്യൂവും പ്ലേറ്റിൽ കൗണ്ടും വ്യത്യാസം വരും. ഹിമറ്റോക്രിറ്റ് കൂടും, പ്ലേറ്റ്ലെറ്റ് കുറയും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിടുന്ന പേഷ്യൻറ്റിന് 1-2 ദിവസങ്ങളിൽ ഹിമറ്റോക്രിറ്റും പ്ലേറ്റ്ലെറ്റും ചെയ്ത് കാണിക്കാനായിട്ട് നിർദ്ദേശം നൽകാറുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ കോംപ്ലിക്കേഷൻ ഡെങ്കിയിലേക്ക് പോകുന്നുണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കാം. തിരിച്ചും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെങ്കി ഹെമറേജിക് ഫീവറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യണം. ഈ ഹിമറ്റോക്രിറ്റ് പ്ലേറ്റിൽ വാല്യൂസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഫർദർ ഫ്ലൂയിഡിൻ്റെ ക്യാപ്പിലറി എന്നുള്ള ഫ്ലൂയിഡിൻ്റെ ലീക്കേജാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യും. ഏത് തരത്തിലുള്ള ഫ്ലൂയിഡാണ് റീപ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ ഡോക്ടർമാർ പ്രത്യേകം ട്രെയിൻഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യും. ചില സമയങ്ങളിൽ ഹിമറ്റോക്രിറ്റ് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടും വീണ്ടും താഴ്ന്നു പോവുകയാണെങ്കിൽ ചില ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടിവരും. പിന്നെ ചില ഘട്ടങ്ങളിലാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടിവരുന്നത്. 20,000 15,000 താഴെ പ്ലേറ്റ്ലെറ്റ് ആകുമ്പോൾ മാത്രമാണ് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ നൽകുന്നത്. എന്തായാലും കണ്ടിന്യൂസ് ക്ലോസ് മോണിറ്ററിങ് വേണം. ആ മോണിറ്ററിങ്ങിൻ്റെ സമയം മൊത്തം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയും വേണം. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ ഒരു ഡെങ്കിപ്പനിയുടെ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ പ്രായമായവരിൽ അല്ലെങ്കിൽ ഗർഭിണികളിൽ, കുട്ടികളിൽ ഇതിൻ്റെയൊക്കെ ഒരു തോത് എത്രത്തോളമായിരിക്കും? ഏത് വിഭാഗക്കാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്? അത് ഞാൻ പൊതുവെ പറഞ്ഞത്, സാധാരണ കഴിഞ്ഞ 2 ഔട്ട് ബ്രേക്കുകളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ഔട്ട് ബ്രേക്കിൽ കഴിഞ്ഞ ഈ കോംപ്ലിക്കേറ്റഡ് ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറഞ്ഞാൽ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലേവിയ വൈറസിൻ്റെ 4 സബ് ടൈപ്പുകളുണ്ട്. 1, 2, 3, 4. ഈ 4 സബ് ടൈപ്പിൽ എപ്പിഡമിക് സമയത്ത് ഒറ്റ ടൈപ്പേ കാണത്തുള്ളൂ സർക്കുലേഷനിൽ. പക്ഷേ ഹൈപ്പർ എൻഡമിക് ഒരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ 1-ൽ കൂടുതൽ ഈ സബ് ടൈപ്പുകൾ ഒരേ സമയം സർക്കുലേഷനിൽ കമ്മ്യൂണിറ്റിയിലുണ്ടാവും. ആ സമയത്ത് ഒരു ഡെങ്കു ആദ്യം വന്ന ഒരു സബ് ടൈപ്പിലെ ഡെങ്കു വന്ന ആൾക്ക് വീണ്ടും വരുമ്പം അത് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകും. അങ്ങനെയാണ് ഈ ഹെമറേജിക് ഡെങ്കിലോട്ടോ ഡെങ്കു ഷോക്ക് സിൻഡ്രോമിലേക്കോ ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടികളിലായാലും പ്രായമായാലും ഗർഭിണികളിലും ആണെങ്കിൽ വളരെയധികം കോംപ്ലിക്കേഷന് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൻ്റെ പേഴ്സൻറ്റേജ് പറഞ്ഞാൽ 0.5% to 5% മൊത്തം കേസിൽ ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ സാധാരണ ഒരു കേസുകൾ 10,000-40,000 50,000 കേസ് ഒരു മാസം ഉണ്ടാകുന്ന ലെവലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ 0.5 to 5% എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ വരും. അതിന് തന്നെ ഒരു 1% മോർട്ടാലിറ്റിയിലേക്കും പോകാനുണ്ട്. എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും മോർട്ടാലിറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെങ്കി കേസുകൾ വരുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ഡോക്ടർ, പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞു നിർത്തിയത്. ഇവിടെ നമ്മൾ സമൂഹം എടുക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? അതെ, പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഡെങ്കിയെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വകുപ്പിനോ, ഇപ്പം നമ്മൾ പറയുന്നത് ഒരു വകുപ്പിനോ ഒറ്റൊന്നും ചെയ്യാതെ നമ്മുടെ ഓരോ വ്യക്തിക്കും ആ ഒരു തോന്നലുണ്ടാവണം. എങ്ങനെയാണ്? നമ്മുടെ വീടും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കരുത്.
ഇത് കാരണം ഈ കൊതുകുകൾ മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണ്. 1 സെൻറ്റിമീറ്റർ വെള്ളം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് മുട്ടയിടക്കുകയും ചെയ്യും. ഇതിൻ്റെ മുട്ടകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 40 ഡിഗ്രി ചൂടൊക്കെ വന്നെങ്കിലും ഈ മണ്ണിൽ കിടക്കുന്ന ഈ മുട്ടകളൊന്നും നശിച്ചു പോകത്തില്ല. വെള്ളം ഒന്ന് വീണ് കഴിയുമ്പം, വേനൽ മഴ ഒന്ന് വീണ് കഴിയുമ്പം ഈ മുട്ടകൾ വിരിഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ, ഈ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യണം. നമുക്ക് എപ്പോഴും കണ്ട വഴിയൊരു പ്ലാസ്റ്റിക് കിടന്ന, ഒരു ചിരട്ട കിടന്ന, മുട്ടത്തോട് കിടന്ന, ഇതൊക്കെ എടുത്ത് അപ്പോഴേ തന്നെ മാറ്റണം. വെള്ളം നിറയുന്ന രീതിയിലാകരുത് എന്ന് മനസ്സിലാക്കാനുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാവണം. വീടിനകമൊക്കെ നമ്മൾ വൃത്തിയാക്കി വയ്ക്കും, പക്ഷേ വീടിന് പരിസരം തീർച്ചയായിട്ടും വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഈ സൺഷെയ്ഡുകൾ, ലിൻഡിലുകൾ, അത് ഈ പ്രദേശങ്ങൾ മാത്രമല്ല ഓഫീസുകളായാലും സ്കൂൾ കെട്ടിടങ്ങളായാലും ഒക്കെ ഇപ്പോൾ കൃത്യമായിട്ടും ആ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണം. നമ്മൾ സ്ഥിരമായിട്ട് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ഡ്രൈ ഡേ ആചരിക്കണം. വെള്ളിയാഴ്ചകൾ സ്കൂളിലും ശനിയാഴ്ചകളിൽ ഓഫീസുകളിലും ഞായറാഴ്ചകൾ വീടുകളിലും ഡ്രൈ ഡേ ചെയ്യണം എന്ന് പറയുന്നത്. ഒരാഴ്ച ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടാണ് അടുത്ത സെറ്റ് മുട്ടകൾ വിരിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിക്കണം. അപ്പോൾ ഈ 2-3 മാസം കൃത്യമായിട്ട് നമ്മൾ ഈ സോഴ്സിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് ഒരു പരിധിവരെ കേസുകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇന്ന് അതുപോലെ തന്നെ ഇതാണ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റിയിലെ ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും ആ ഒരു അവബോധമാണ്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു, ആ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ, അല്ലെങ്കിൽ ഡയപ്പറുകൾ വലിച്ചെറിയുന്നു, ആ വലിച്ചെറിയുന്ന ഡയപ്പറുകളിലൊക്കെ മഴത്തുള്ളി വീണ് കഴിയുമ്പോൾ അതിനകത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അപ്പം തന്നെ അത് എടുത്ത് മാറ്റണം എന്നൊരു ബോധം ഓരോരുത്തർക്കും ഉണ്ടായാൽ മാത്രമേ ഇതിനകത്തുനിന്നും നമുക്ക് രക്ഷ കാണാൻ പറ്റത്തുള്ളൂ. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ഹെൽത്ത് ലെവലിൽ നമ്മൾ പറയുന്നത് എല്ലാ വാർഡുകളിലും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളുണ്ട്. അപ്പോൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റികൾ കൂടുകയും ഈ കമ്മിറ്റികൾ അവരവരുടെ വാർഡുകളിലുള്ള ഇത്തരം സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിനായിട്ട് ടീമുകൾ ഇറങ്ങി തന്നെ ആ സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് ഇനി ഒരു 2 മാസക്കാലത്തേക്ക് തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന ഒരു രീതി വന്നാൽ തന്നെ ഒരു പരിധിവരെ ഈ കേസുകൾക്ക് നമുക്ക് കുറവുണ്ടാക്കാൻ കഴിയും. വ്യക്തമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിൽ ഇനിയൊരു ഇടവേള. ഹലോ ഡോക്ടർ തുടരുന്നു. മഴക്കാല രോഗം, അതിൽ തന്നെ ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഡോക്ടർ, ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം? അവിടെ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞു നിർത്തിയത്. ഈ ഒരു ഡെങ്കിപ്പനിയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവധിക്കാലമാണ്. ഈ ഒരു സമയത്ത് പുറത്തേക്ക് വിടാതെ നമ്മൾ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും കൊതുകുകടി ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അതെ, പേഴ്സണൽ പ്രൊട്ടക്ഷനാണ് പ്രതിരോധത്തിൻ്റെ മറ്റൊരു മാർഗം. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ മൊത്തം കൈയും കാലും ഒക്കെ മൊത്തം കവർ ചെയ്തിരിക്കുന്ന ഡ്രസ്സുകൾ ഇടുക, അത് ഒരു കാരണം. മസ്കിറ്റോ റെപ്പല്ലൻസ് ദേഹത്ത് പുരട്ടുക എന്നുള്ള മറ്റൊരു കാര്യം. വേറെ അതുപോലെ തന്നെ വീട്ടിനകത്ത് ഈ കൊതു എന്തായാലും പകൽ സമയത്ത് കടിക്കുന്ന ഒരു മൊസ്കിറ്റോ ആണത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പകൽ കടിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ കൊതുകടി ഏൽക്കാതിരിക്കാൻ ഏറ്റവും അങ്ങേയറ്റം ശ്രമിക്കുക എന്നുള്ളതാണൊരു കാര്യം. ഇതുപോലെ തന്നെ നെറ്റുകൾ ഉപയോഗിക്കുക. പകൽ കിടന്നുറങ്ങുന്നെങ്കിൽ പോലും നമ്മൾ നെറ്റിട്ട് തന്നെ കിടന്നുറങ്ങണം. അത് വീടുകളിലൊക്കെ ആണെങ്കിൽ ജനലുകളിലും വാതിലുകളിലൊക്കെ നെറ്റ് അടിക്കുക. അതൊക്കെ നമ്മളെ കൊതുകിനെ സംരക്ഷിക്കാൻ സഹായിക്കും. സ്കൂളിലിരിക്കുമ്പം ഫുൾ സ്ലീവൊന്നും അല്ല നമ്മുടെ യൂണിഫോമുകളെന്നൊക്കെ നമുക്ക് പറയാം. എങ്കിൽ പോലും മൊസ്കിറ്റോ ഇല്ലാത്തൊരു സാഹചര്യം ആ സ്കൂളിലും പരിസരത്തും ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ വെക്കേഷൻ കാലത്ത് പിള്ളേർ പുറത്തിറങ്ങി പോയാൽ നമുക്ക് അത് ഒരുപാട് തടയാൻ പറ്റുന്നൊരു കാര്യമല്ല. എങ്കിലും കൊതുക് വളരുന്ന സാഹചര്യം വീടിന് ചുറ്റും ഉണ്ടാകാതിരിക്കുക, ഒരു കളിക്കുന്ന സ്ഥലത്തായാലും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ബയോളജിക്കൽ കൺട്രോളുണ്ട്. അതിനാണ് ഗപ്പി ഫിഷ് എന്നൊക്കെ പറയും, ഗപ്പി മത്സ്യം. ആ ഗപ്പി മത്സ്യം വളർത്തുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പം പലരും ചെയ്യുന്നത് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതിനകത്ത് വെള്ളം നിന്ന ആ വെള്ളത്തിൽ കൊതുകേറി മുട്ടയിടും. ഈ വേനൽക്കാലത്താണെങ്കിൽ വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടായപ്പോൾ ഒരുപാട് പേര് എന്ത് ചെയ്തു, വെള്ളം പിടിച്ച് വീട്ടിൽ വെച്ചു. പക്ഷേ വെള്ളം അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചില്ലെങ്കിൽ അതിനകത്ത് കയറി മുട്ടയിടും. അപ്പോൾ ഇങ്ങനെയാണ് വീട്ടിനകത്ത് തന്നെ കൊതുകിൻ്റെ സോഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ് ഈ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ കൂടെ ഉണ്ടാകും. അങ്ങനെ അത്തരം എവിടെയൊക്കെ കൊതുക് ഉണ്ടാകുന്നു അതൊക്കെ ഇല്ലാതാക്കാനുള്ള സോഴ്സുകൾ ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെ
പേഴ്സണൽ പ്രൊട്ടക്ഷനുണ്ട്, ബയോളജിക്കൽ കൺട്രോളുണ്ട്. പിന്നെ കൊതുക് അഥവാ നമ്മൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞു ഔട്ട് ബ്രേക്ക് ഡിക്ലെയർ ചെയ്താൽ ഞങ്ങളുടെ ഹെൽത്തിൻ്റെ ആക്ടിവിറ്റി നടക്കുമ്പോൾ നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കും. അപ്പോൾ ഇൻഡോർ സ്പ്രേയിങ് ആണ് ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗം. ഇൻഡോർ സ്പ്രേയിങ് എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് കെമിക്കൽസ് ഓർഗൻ ഫോസ്ഫറസിൻ്റെ അല്ലെങ്കിൽ പൈറിത്രോ എക്സ്ട്രാക്റ്റിൻ്റെയൊക്കെ കെറോസിനുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ ഇൻഡോർ സ്പ്രേയിങ് വീട്ടിനകത്തടിക്കും. പലർക്കും ഈ മണ്ണെണ്ണയൊക്കെ ചേർത്തടിക്കുമ്പം അത്ര സഹജം. പക്ഷേ നിങ്ങൾ ആ ഏരിയയിൽ ഔട്ട് ബ്രേക്കാണ് ഹോട്ട്സ്പോട്ടായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര വീടുകൾ ചെയ്യണം എന്ന് വെച്ചാൽ അത്രയും വീടുകൾ ചെയ്യാനായിട്ട് സഹകരിക്കണം. അത് ചെയ്യാൻ കാരണം കൂത്താടികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൊതുകുകളെ നശിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേ ഫോഗിങ് അപ്പോൾ സാധാരണ നമ്മുടെ ഒരു സ്ഥലത്ത് ഔട്ട് ബ്രേക്ക് ഡിക്ലെയർ ചെയ്ത് ഹോട്ട്സ്പോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ വാർഡ് മെമ്പർമാരൊക്കെ പറയുന്നത് ഫോഗ് ചെയ്യണം എന്ന്. ഫോഗ് ചെയ്യുന്നത് നല്ലതാണ്. എയറസോൾസ് ഉണ്ട് ഈ കൊതുകിന് തുരത്തുന്ന എയറസോൾസ്. പക്ഷേ അത് അഡൽട്ട് മസ്കിറ്റോയാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത്. പക്ഷേ അഡൽട്ട് മസ്കിറ്റോ ചിലപ്പോൾ പറന്നു പോകുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കൂത്താടികളെ നശിപ്പിക്കുമ്പോഴാണ് ബേസിക്കലി ആ കൊതുകിനെ നശിപ്പിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വാക്സിൻസ് ഒന്നും ഇതുവരേക്കും പ്രതിരോധ പ്രവർത്തനത്തിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞത് ഈ ഒരു ഡെങ്കിയെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഡെങ്കിപ്പനി വന്നതിന് ശേഷം പിന്നീട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് വിശദമാക്കാമോ? ഡെങ്കിപ്പനി നമ്മൾ ഹെമറേജിക് ഡെങ്കിയോ ഡെങ്കു ഷോക്ക് സിൻഡ്രോമിലോട്ടോ പോയി എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് എപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശപ്പ് തിരിച്ചു വന്നു എന്ന് പറയുമ്പം ഏകദേശം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോർമലൈസ് വരുന്നു എന്ന് പറയാം. അപ്പോൾ അത് വരുന്നിടം വരെയും കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ്. ആ സമയത്ത് മുഴുവൻ നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കണം? എളുപ്പം ദഹിക്കുന്ന ആഹാരമേ കഴിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും കട്ടി ആഹാരങ്ങൾ അന്നേരം കഴിക്കരുത്. കഞ്ഞിയായാലും ബ്രെഡായാലും ബണ്ണായാലും റസ്ക്കായാലും അങ്ങനെ എളുപ്പം ദഹിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കണം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് വലിയ വില കൂടിയ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്ന ഒരു രീതി ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. ആശുപത്രിയിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കണം. വൈറ്റമിൻ സി ഓറഞ്ചിലുണ്ടാവും, പേരയ്ക്കലുണ്ടാവും, കിവി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അങ്ങനെ അത് ഏറ്റവും ചീപ്പായിട്ടുള്ള വൈറ്റമിൻ സി കണ്ടുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കണം. പിന്നെ ഫ്ലൂയിഡ് ഇൻടേക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നല്ല ടെമ്പറേച്ചറുള്ള സമയത്താണെങ്കിൽ അഡിക്വേറ്റ് ആയിട്ട് 1 to 2 liters ഓഫ് വെള്ളം നമ്മൾ കുടിക്കുക തന്നെ വേണം. പിന്നെ കോംപ്ലിക്കേറ്റഡ് ഡെങ്കിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂത്രത്തിൻ്റെ അളവൊക്കെ നോക്കിക്കൊണ്ട് എത്രത്തോളം വെള്ളം കുടിക്കണം അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ആശുപത്രി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞുതരും. അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. എന്തായാലും ഒരു 2 ആഴ്ച 3 ആഴ്ച റെസ്റ്റ് എടുത്താലേ ഈ കോംപ്ലിക്കേറ്റഡ് ഡെങ്കി മാറത്തുള്ളൂ. സാധാരണ ഡെങ്കിപ്പനിയാണെങ്കിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചു 7th day ഫീവർ എന്ന് തന്നെ പറയാറുണ്ട്. ഒരു 7 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യും. അതാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഒരു 95% ഡെങ്കി അങ്ങനത്തതാണ്. ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് 5% ഡെങ്കിയാണെന്നുള്ളത് മനസ്സിലാക്കണം. 5% ഡെങ്കിക്കുള്ള മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് നമ്മളേറ്റവും ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യം. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും മറ്റു പല അസുഖങ്ങൾക്കും ചികിത്സ എടുക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. അവർക്ക് ഡെങ്കിപ്പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരാവസ്ഥകൾ എന്തൊക്കെയാണ്? അങ്ങനെയുള്ളവർ മറ്റു രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ഡെങ്കിപ്പനി വരാതിരിക്കാൻ എന്തൊക്കെ കരുതലാണ് സ്വീകരിക്കേണ്ടത്? അല്ല, ഡെങ്കിപ്പനി വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മറ്റു രോഗങ്ങളായാലും ആർക്കായാലും ഒരുപോലെ തന്നെയാണ്. പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഡയബറ്റിസ് ആയാലും ഹൈപ്പർ ടെൻഷൻ ആയാലും ക്യാൻസർ പേഷ്യൻ്റ് ആയാലും അതിന് എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നു അത് കൃത്യമായിട്ട് കഴിക്കുകയും, അല്ലെങ്കിൽ ഡെങ്കിപ്പനി വന്ന് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ഗുളികകളും മരുന്നുകളും നിർത്തിവെക്കരുത്. അതൊക്കെ മറ്റെങ്കിൽ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മരുന്നുകളെല്ലാം ഒറ്റയടിക്ക് നിർത്തിവെക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. കാരണം കോംപ്ലിക്കേറ്റഡ് ഡെങ്കി ഏത് സമയത്തും ലിവറിനെയും കിഡ്നിയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് ഡോക്ടർമാരുടെ അഡ്മിഷനിൽ തന്നെയായിരിക്കും അത്തരം പേഷ്യൻസ് പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരുടെ അഡ്വൈസ് പൂർണ്ണമായിട്ടും സ്വീകരിക്കണം. അല്ലാതെ സാധാരണ ഡെങ്കി വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് മരുന്നുകൾ അതേ ലെവലിൽ തന്നെ കഴിച്ചുകൊണ്ട് ഇരിക്കണം. വ്യക്തമാണ് ഡോക്ടർ. ഗർഭിണികൾക്ക് ഡെങ്കിപ്പനി വന്നാലുണ്ടാകുന്ന ഗുരുതരാവസ്ഥകളെ കുറിച്ചുകൂടി ഒന്ന് വിശദമാക്കാമോ? ഗർഭിണിയാണ് നമ്മുടെ അടുത്തൊരു ഹൈ റിസ്ക് പേഷ്യൻ്റാണ്. ഈ രക്തം ഒന്നാമതേ കുറേ അധികം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉള്ളൊരു കണ്ടീഷനാണ്
ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഗർഭിണികളിൽ ഡെങ്കിപ്പനി രോഗം കാണുകയാണെങ്കിൽ ചെറിയ ഡെങ്കിപ്പനിയാണെങ്കിൽ പോലും സാധാരണ രീതിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. അവരെ പ്രത്യേകിച്ച് നെറ്റിട്ട് തന്നെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ കിടത്തേണ്ടത്. പിന്നെ ബാക്കി ചികിത്സയൊക്കെ ഏകദേശം ഒരു തന്നെ. ഫ്ലൂയിഡ് വേണ്ടുന്ന തരത്തില്ല എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ഡെങ്കി ആയിട്ട് പോവുകയാണെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ആവശ്യത്തിനുള്ള ടൈട്രേഷൻ കൃത്യമായ ഒരു ഡോക്ടറുടെ ഫിസിഷ്യൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണം. ആ ഫ്ലൂയിഡ് കറക്ഷൻസും മാറ്റങ്ങളുമാണ് ഇത് ചെയ്തത്. പിന്നെ ഡെങ്കിപ്പനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഒരു ആൻറ്റിവൈറൽ ഡ്രഗും ഈ ഡെങ്കിപ്പനിക്ക് നിലവിൽ ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പാരസെറ്റമോൾ കൊടുക്കാം, പക്ഷേ നോൺ സ്റ്റീറോയിഡൽ അനാൽജസിക്സ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ട്. അത്തരം ഡ്രഗ്സ് കൊടുക്കാൻ പാടില്ല. ആസ്പിരിൻ കഴിക്കാം. അപ്പം ഇതിൻ്റെ വേദന സംഹാരികൾ, നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ വേദന സംഹാരികൾ നമ്മൾ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ചു കഴിയുന്ന ഇത്തരം സാധനങ്ങളൊന്നും ഒരു കാരണവശാലും സാധാരണ ആൾക്കാർക്കും കൊടുക്കാനല്ല. ഗർഭിണിക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, അത്തരം മരുന്നുകൾ അധികമായിട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും അഡ്മിറ്റ് ചെയ്യും. ബാക്കി എല്ലാ രോഗികളെയും നോക്കുന്നത് പോലെ തന്നെ നോക്കുകയും അതോടൊപ്പം തന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റും ഡോപ്ലർ, അൾട്രാസൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കർശനമായ മോണിറ്ററിങ്ങിന് വിധേയമാക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡെങ്കിപ്പനി എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ AL ഷീജയാണ്. ഡോക്ടർ വളരെയധികം നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നമസ്കാരം.